പാലക്കാട് എത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. രാഹുലിന്റെ കൈയും കാലും ഞങ്ങൾ തല്ലിയൊടിക്കും. രാഹുലിന് ഞങ്ങളിവിടെ വലിയൊരു സ്വീകരണം ഒരുക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? BJP-യുടെ ഭാഗത്തു നിന്നും, ഈ പറയുന്ന CPM-ന്റെ ഭാഗത്തു നിന്നും, അതുപോലെ ഇവരുടെ കൂട്ടുകെട്ടും ഇവരുടെ മുന്നണിയുമായിട്ടുള്ള CJP-യുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയായിരുന്നു വെല്ലുവിളി? ഇപ്പൊ അവസാനം എന്തായി? തടയാൻ വന്നവർ തന്നെ രാഹുലിനൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒരു വലിയ വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോ. എന്താണെന്നറിയാമോ? പാലക്കാട് നഗരസഭ ഇനി UDF ഭരിക്കും. പാലക്കാട് നഗരസഭ ഇനി UDF ഭരിക്കും എന്നുള്ളതാണ് പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അതെങ്ങനെയാ UDF ഭരിക്കുന്നത്? UDF ഭരിക്കുന്നത് പാലക്കാട്ടെ നഗരസഭ അധ്യക്ഷയായിട്ടുള്ള BJP-യുടെ പ്രതിനിധി UDF-ലേക്ക് ചേക്കേറുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. തടയാൻ വന്നവരെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന പാലക്കാട് നഗരസഭ പിടിച്ചടക്കാനുള്ള എല്ലാ പരിപാടികളും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് സജീവമാക്കി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. പാലക്കാട്ടെ BJP-യുടെ ഇപ്പൊ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. ആ പാലക്കാട് നഗരസഭ ഇനി മുതൽ UDF ഭരിക്കും. ഈ BJP-യുടെ പ്രതിനിധിയായിട്ടുള്ള അധ്യക്ഷ UDF-ലേക്ക് കൂടുമാറുന്നു. ഇന്നലെ നമ്മള് പാലക്കാട് കണ്ട ഒരു രംഗമാണ് നിങ്ങളിപ്പോ കണ്ടത്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ആ രംഗം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭാ പരിധിക്കുള്ളിലുള്ള ഒരു റോഡ് ഉദ്ഘാടനം, MLA-യുടെ ആസ്തി ഫണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു റോഡ് ഉദ്ഘാടനമാണ് കണ്ടത്. ആ റോഡ് ഉദ്ഘാടനത്തില് രാഹുലിനെ തടയാൻ ഈ പറയുന്ന CJP-ക്കാരെ എവിടെയും കണ്ടില്ല എന്ന് മാത്രമല്ല, നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള പ്രമീള, ഈ നഗരസഭയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഒരേ ഒരു നഗരസഭയാണ് പാലക്കാട്. ആ പാലക്കാട്ടെ നഗരസഭയുടെ അധ്യക്ഷ രാഹുലിനൊപ്പം തോളോട് ചേർന്ന് വേദി പങ്കിട്ടുകൊണ്ട് ഒരു വേദിയിൽ രാഹുലിനോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വാർത്തകൾ പുറത്തു വരുമ്പോ ഇതിന്റെ കൂടെ മറ്റു ചില വാർത്തകൾ, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു ചില ന്യൂസുകൾ കൂടി ലീക്കാവുന്നുണ്ട്. എന്താണ്? ഈ വരുന്ന ഇലക്ഷനിൽ പ്രമീള അവിടെ മത്സരിക്കുന്നത് BJP-യുടെ സ്ഥാനാർത്ഥി ആയിട്ടായിരിക്കില്ല. മറിച്ച് പ്രമീള മാത്രമല്ല കേട്ടോ, ഇപ്പോഴും നിലവിലുള്ള ഈ പാലക്കാട് നഗരസഭയിലെ പല കൗൺസിലർമാരും, BJP-യുടെ കൗൺസിലർമാരും, ഇടതുപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ആയിട്ടുള്ള പല ആളുകളും ഈ വരുന്ന ഈ ഡിസംബറിൽ, ഈ 2025 ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ UDF-ന്റെ സ്ഥാനാർത്ഥികളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, UDF ഇനി പാലക്കാട് നഗരസഭ UDF ഭരിക്കും. അതിനുള്ള കളികള് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുള്ള പരിപാടികൾ നടത്തി കഴിഞ്ഞു എന്ന് പറയാനുള്ള കാരണം, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നമ്മളെ പിരിയാരിയിലെ സരിന് മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞതാ, ഇലക്ഷന്റെ കൗണ്ടിങ്ങിന്റെ അന്ന് വെളുപ്പാൻ കാലത്ത് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഈ സരിൻ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? ആദ്യ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും നിങ്ങൾ നോക്കണ്ട, മൂന്നാമത്തെ റൗണ്ട് മുതൽ ഞങ്ങൾ മുന്നേറ്റം നടത്തും എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം അങ്ങോട്ടുള്ള റൗണ്ടുകൾ എണ്ണി വരുമ്പോഴേക്ക് രാഹുലല്ല, ഞാനായിരിക്കും വിജയിച്ച് കയറുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ എല്ലാ റൗണ്ടുകളും അവസാനിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറുന്നതാണ് കണ്ടത്. അവിടെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് പാലക്കാട് നഗരസഭയിൽ രാഹുലിന്, അതായത് പാലക്കാട് നഗരസഭ എന്ന് പറയുന്ന BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ എന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. ആ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയും BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാറിന് രാഹുലിനെ മറികടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭയിലും രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ
ആ ഭൂരിപക്ഷം തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ഇങ്ങനെ ഒരു കളിക്ക് രാഹുലിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. രാഹുലിന്റെ സ്വാധീനം അത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒന്നാകെ, അതിപ്പോ പാലക്കാട് നഗരസഭയാണെങ്കിലും ശരി, കണ്ണാടി ആണെങ്കിലും ശരി, പിരായിരി ആണെങ്കിലും ശരി, ഏത് പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളാവട്ടെ, മുനിസിപ്പാലിറ്റി എന്ന് പറയാൻ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പഞ്ചായത്തുകളാണ്. എവിടെയാണെങ്കിലും, ഏത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണെങ്കിലും, ഏത് പഞ്ചായത്തിലാണെങ്കിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വാധീനം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വലിയ തരത്തിൽ UDFന് വലിയ സാധ്യതകൾ തുറന്നു വെക്കുകയാണ്. പാലക്കാട് നഗരസഭ ഇനി UDF ഭരിക്കും 2026 മുതൽ എന്നുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള എല്ലാ വഴികളും ഒരുങ്ങിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ പാലക്കാട് നഗരസഭ അധ്യക്ഷ പോലും രാഹുലിന്റെ കൂടെ ഈ ഞങ്ങൾ രാഹുലിനെ തടയും, രാഹുലിനെതിരെ കാലുകുത്തിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളിൽ പെടുന്ന ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഈ പാർട്ടി BJP അതുപോലെ CPM, ഈ CJP കൂട്ടുകെട്ട് ഒക്കെ വലിയ വെല്ലുവിളികളാണ് നടത്തിയത്. രാഹുൽ ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ല ഡയലോഗ്? ഇങ്ങോട്ട് വരട്ടെ എന്നായിരുന്നു വെല്ലുവിളി. വന്ന് നോക്കുമ്പോ ഈ വെല്ലുവിളിച്ച ആളെ എവിടെയാണ് എന്ന് മഷിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഗോവിന്ദ സഖാവ് വീണ്ടും പയ്യന്നൂരിലെ മറ്റേ നമ്മളെ ജോത്സ്യനെ കാണാൻ പോയിട്ടുണ്ട്. ഏത് ഗോവിന്ദ സഖാവ് സ്ഥിരമായിട്ട് പോവാറുള്ള ജോത്സ്യനുണ്ടല്ലോ, ആ ജോത്സ്യനെ കാണാൻ പോയിരുന്നു. എന്തിനാ ജോത്സ്യനെ കാണാൻ പോയത്? ഈ പറയുന്ന ഈ വെല്ലുവിളിച്ച വ്യക്തി ഉണ്ടല്ല, ആര്? സരിൻ. ആ സരിനെ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗോവിന്ദ സഖാവ് മഷിയിട്ട് നോക്കാൻ, കബഡി നിരത്തി നോക്കാൻ വേണ്ടി പോയതാണ്. ജോത്സ്യനെ കണ്ടിട്ട് ഒന്ന് പ്രശ്നം വെച്ച് ഒന്ന് കബഡിയൊക്കെ നിരത്തി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഒരു സാധ്യത തേടിക്കൊണ്ട് പോയതാണ്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും രാഹുലിനെ തടയും, രാഹുലിനെ മൂക്കിൽ വലിക്കും, രാഹുലിനെ ഞങ്ങൾ ഒലത്തും, കാലുകുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് മുന്നില് രാഹുല് വലിയ മാസ് എന്ന് തന്നെ ഇതിനെ പറയണം. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ വേട്ടയാടി തന്നെ വെല്ലുവിളിച്ച് തന്നെ അങ്ങ് മൂക്കിൽ വലിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുടെ ഇടയില് അയാൾ ഇങ്ങനെ അപമാനിതനായിട്ടല്ല നടക്കുന്നത്, അയാൾ സ്വീകാര്യനായിട്ടാണ് നടക്കുന്നത്. അയാളുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇപ്പോ ഈ നഗരസഭാ നഗരസഭാ അധ്യക്ഷ പോലും ഈ പറയുന്ന UDFന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. എന്ന് പറഞ്ഞാല് ഈ BJPക്ക് ആകപ്പാടെ ഉണ്ടായ ഈ പാലക്കാട് നഗരസഭ കൂടി കയ്യിൽ നിന്ന് പോകും മാത്രമല്ല, ഇത് ഈ CJP കൂട്ടുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം പാലക്കാട് നഗരസഭയില് BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും, അതോടൊപ്പം തന്നെ UDF അധികാരത്തിലേക്ക് വരും എന്ന് പറയുമ്പോ CPMനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാ. കാരണം ഇപ്പൊ BJPക്കും CPMനും അവരിൽ ആര് BJP അധികാരത്തിൽ വന്നാലും CPM അധികാരത്തിൽ വന്നാലും അവർക്കതൊരു പ്രശ്നമല്ല. കാരണം അതൊരു ഒരേ മുന്നണിയാണ്. അപ്പൊ മുന്നണി അധികാരത്തിലുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. പക്ഷേ ഇവരെ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ തന്നെയായിരിക്കും അത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് അത് പാലക്കാടിന്റെ ചിത്രം തന്നെ മാറ്റി എഴുതാൻ പോവുകയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ഇന്നിപ്പോ ഈ പരിപാടിയൊന്നും എന്താ പറയേണ്ടത്, വലിയ ഉന്തും തള്ളും തിരക്കൊന്നും കാണുന്നില്ല. ആരുടെ? മാധ്യമ പ്രവർത്തകരുടെ, ജനങ്ങളുടേതല്ല കേട്ടോ. ജനങ്ങളുടെ സജീവമായ പങ്കാളിത്തം രാഹുലിന്റെ എല്ലാ പരിപാടിക്കും ഉണ്ട്. അതിനെ വലിയ നേട്ടമായിട്ട് തന്നെ രാഹുൽ കാണുന്നുമുണ്ട്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ഈ മാധ്യമങ്ങളുടെ പ്രസൻസ് അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു സമയത്ത് ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങളെ അറിയിക്കുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ മാപ്രകള് ഇപ്പൊ വിളിച്ചിട്ടും പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമങ്ങളുടെ പ്രസൻസ് അയാളുടെ 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രചരണമായിരുന്നു. കാരണം അയാൾക്ക് ഒരു രൂപ പോലും ചെലവഴിക്കാതെ, ഒരു എഫേർട്ടും എടുക്കാതെ തന്നെ അയാളുടെ പ്രചരണങ്ങൾ, അയാളുടെ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിരുന്നു. പക്ഷേ
പക്ഷെ ഇപ്പൊ അത് തിരിച്ചറിഞ്ഞാണ് എന്ന് തോന്നുന്നു ഈ പറയുന്ന മാധ്യമങ്ങളൊന്നും രാഹുലിന്റെ പരിപാടികൾ കവർ ചെയ്യാൻ എത്തുന്നില്ല എന്നുള്ള ഒരു വലിയ സങ്കടം അയാളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് അയാളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അത് അയാൾക്ക് ആ കാര്യങ്ങളിലൊക്കെ നന്നായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അയാൾ അത് എങ്ങനെ എത്തിക്കണം, തന്റെ പരിപാടികൾ തന്റെ പ്രവർത്തികൾ ചെയ്താൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് യാതൊരുവിധ തർക്കവും ഇല്ല, അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ, അത് ഈ പറയുന്ന ഈ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയും അതുപോലെ മറ്റു പല കൗൺസിലർമാരും UDF-ലേക്ക് എത്തുന്നതോടുകൂടി പാലക്കാട് നഗരസഭ ഇനി UDF ഭരിക്കും. ആ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാസങ്ങളോ ദിവസങ്ങളോ കൊല്ലങ്ങളോ ഒന്നും ബാക്കിയില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രം. ഈ ഡിസംബറിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് നഗരസഭ UDF-ന്റെ കൈകളിലേക്ക് എത്തും. അതിനുള്ള എല്ലാ കളികളും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ.